ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരി ഹരി. ദർപ്പകസമനായ ചിത്പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തു ജനകനും അജമേ സഫലമായി വന്നു മനുഷ്യജന്മം ഗദ്യാദോയുധസഹസ്രയോദ്യോധരൂപത്തോടു ഗദ്യോധന്വായെ പിറന്നൊരു നെഞ്ചിരുവടി വിധ്വംസം യൂതമായ ജീമൂലമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സന മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജാചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. തത്പാദാംബുജഗണിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപരോദ്ഭവൻ ഭഗജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. സർപ്പപാദാംബുജഗണിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു. തത്പാദാംബുജഗണിതാംബുധാരണം കൊണ്ടു സൽകുമാൻ മഹാബലി സിദ്ധിച്ചാരൈന്ദ്രം വദം. തത്പാദാംബുജാരസ്മൃതി കൊണ്ട കല്യം കിൽപശത്തോടു വേർപെട്ടു നിർമ്മലയായാൾ. നെഞ്ചിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകുന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗത്തന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിട്ടിനാൻ മഹാധനം. കരികളർന്നൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിയിരുന്നാൻ 100,000. 10,100,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചു സുമന്ത്രാദിമന്ത്രികളോട് സമ്മോദം കൊണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നു ഒരു ജനകദ്രവേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലകാഥയായ പുത്രിക്കു പതിവുള്ള ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. പിന്നീട് ജനകൻ കാമകോമളനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു, സൂര്യോടിപ്രഭനായി സൂര്യവംശനായ അങ്ങയെ മിന്നലോടുകൂടിയ കാർമേഘമെന്ന പോലെ ലോകമായയായ ദേവിയോടൊത്ത് കാണുകയാൽ ഇനി എൻ്റെ ജന്മം സഫലമായി. ഭക്തവത്സലായ എൻ്റെ ആഗ്രഹം സാധിച്ച് ചെന്താമരപ്പൂ പോലെയുള്ള ഈ പാദങ്ങളിൽ എനിക്ക് ഭക്തി ഉണ്ടാകണം, മോക്ഷവും ലഭിക്കണം. അങ്ങയുടെ പാദകമലങ്ങളിലൂടെ ഒഴുകി വരുന്ന ജലബിന്ദുക്കളെ ശിരസിലണിഞ്ഞ് ബ്രഹ്മാവ് പ്രപഞ്ചസൃഷ്ടി നടത്താൻ ശക്തനാവുന്നു. അങ്ങയുടെ പാദകമലങ്ങളിലൂടെ ഒഴുകിയ ജലം ശിരസിലേന്തി ഗംഗാധരൻ ലോകസംഹാരത്തിനു സമർത്ഥനാവുന്നു. അങ്ങയുടെ പാദതീർത്ഥം ശിരസിലണിയുവായാൽ മഹാബലിക്ക് ഇന്ദ്രപദവി ലഭിച്ചു. അങ്ങയുടെ പാദകന്മലത്തിലെ രജസ്സിനെ സ്പർശിക്കുവാൻ അഹല്യ പാപമൊക്കെയും പരിശുദ്ധയുമായി. അങ്ങയുടെ തിരുനാമങ്ങളെ കീർത്തിക്കുന്ന യോഗീന്ദ്രന്മാരായ മുനിമാര് ലൗകിക ബന്ധങ്ങളൊഴിഞ്ഞ് മുക്തന്മാരായി തീരുന്നു. ഈ പാദകമലങ്ങളെ എപ്പോഴും ചിന്തിക്കാനിടയാകണം. ഇങ്ങനെ പലരും പറഞ്ഞ് വാഴ്ത്തി സ്തുതിച്ചിട്ട് ജനകൻ ശ്രീരാമന് വളരെ സമ്പത്ത് നൽകി. 600 ആനകളും 10,000 തേരുകളും 1,00,000 കുതിരകളും 1,00,000 കാലാൽ പടയാളികളും 300 ദാസിമാരും ജനകൻ നൽകിയ ഉപഹാരങ്ങളിൽ ഉൾപ്പെടുന്നു. പലതരം ദിവ്യവസ്ത്രങ്ങള്, മുത്തുമാലകള്, ദിവ്യരത്നങ്ങള്, 100 കോടി ഭാരം സ്വർണം എന്നിവ ജനകൻ സീതാദേവിക്ക് നൽകി. ശ്രീരാമൻ സന്തോഷത്തോടെ എല്ലാം സ്വീകരിച്ചു. വസിഷ്ഠൻ തുടങ്ങിയുള്ള മുനിജനങ്ങളെ ജനകൻ ഭക്തിയോടെ വിധിപ്രകാരം പൂജിച്ചു മടങ്ങി. സുമന്ത്രൻ തുടങ്ങിയ മന്ത്രിമാരെയും യഥായോഗ്യം ബഹുമാനിച്ചു.
സന്തോഷത്തോടെ ദശരഥൻ മടക്ക യാത്രയ്ക്ക് ഒരുങ്ങി. പിരിയുന്ന വേളയിൽ പുത്രിയെ തുടർന്നുകൊണ്ട് ജനകൻ പതിവ്രതാധർമ്മങ്ങൾ ഉപദേശിച്ചു. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകബേരി തുല്യഘോഷങ്ങളോടും മധുനാഥങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗാകാഹളങ്ങളും മദ്ദളമിരയ്ക്കകളും ശൃംഗാരരസാപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുജകാരാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃമരാജാക്കളോടും കൗശികാം വസിഷ്ഠാദി താപസന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടെ യോദ്ധിക്കന്മാറു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയേറ്റോരനന്തരം വെൺകൊറ്റക്കുടാതരാവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊടുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിത ജജങ്ങളും കുങ്കുമലയ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിലപോടും 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ചിന്മയനും മായാമയനുമായ ഭഗവാൻ സമേതനായി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. മൃതകം, പെരുമ്പറകള്, ചെണ്ട, കുടൽ വാദ്യങ്ങള്, ഇടയ്ക്ക, വീണ തുടങ്ങിയ വാദ്യങ്ങൾ മുഴക്കി ശൃംഗാരാം രസാനുഗുണമായി വേഷം ധരിച്ചവർ യാത്രയ്ക്ക് അണിനിരുന്നു. ചതുരംഗപ്പടകൾ അകമ്പടി സേവിച്ചു. മാതാപിതാക്കന്മാര്, സഹോദരന്മാര്, വിശ്വാമിത്രൻ, വസിഷ്ഠൻ തുടങ്ങിയ താപസശ്രേഷ്ഠരായ ഗുരുഭൂതന്മാര്, ഭൃത്യന്മാര്, മന്ത്രിമാർ എല്ലാവരും ചേർന്ന് യാത്ര തിരിച്ചപ്പോൾ ആകാശത്ത് ദേവന്മാർ വിമാനങ്ങളിൽ വന്ന് നിറഞ്ഞു. ജനക മഹാരാജാവ് അല്പദൂരം അനുഗമിച്ച് യാത്രയാക്കി. പെൺകൊറ്റക്കുട, തഴ, വെൺചാമരങ്ങൾ, ചന്ദ്രവേലി, ആലവട്ടങ്ങൾ, ചെങ്കൊടികളായി പാടുന്ന തേർക്കൊടി മരങ്ങള് എന്നിവയോടുകൂടി കുങ്കുമം, ചന്ദനം, കസ്തൂരി തുടങ്ങിയവയുടെ സുഗന്ധത്തോടെ 3 യോജന ദൂരം പിന്നിട്ടപ്പോൾ ദുഷ്യവനങ്ങൾ കണ്ടു തുടങ്ങി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി.